guys, so we are back with another DVWA lab. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോണ്ടന്റ് സെക്യൂരിറ്റി പോളിസി CSP ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് CSP നമുക്ക് നോക്കിയിട്ട് വേണം. ഫസ്റ്റ് നമ്മൾ എന്താ ഓക്കെ എന്താണ് കൊടുക്കാം. അപ്പോൾ എന്താ കോണ്ടന്റ് സെക്യൂരിറ്റി പോളിസി പറഞ്ഞാൽ ഈ ഒരു HTTP ഹെഡേഴ്സ് അല്ലെങ്കിൽ ഒരു ബൈ ഡിഫൈൻ ഈസ് അലൗവിങ് ഒറിജിൻ. അപ്പോൾ നമ്മൾ ഡെവലപ്പേഴ്സ് നമ്മൾ എന്തൊക്കെ അലൗ ചെയ്യണം വെബ്സൈറ്റിന് വേണം നോക്കുന്നതാണ്. അപ്പോൾ ഇതിലെന്താ XSS വൾനറബിലിറ്റി, ക്ലിക്ക് ജാക്കിങ്ങും അതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ ക്ലിക്ക് ജാക്കിയുമ്പോൾ XSS വൾനറബിലിറ്റി നോക്കിയതാണ്. അപ്പോൾ എന്താ ക്ലിക്ക് ജാക്കിങ് നിങ്ങൾക്ക് അറിയുമോ? ക്ലിക്ക് ജാക്കിങ് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ നമ്മൾ അതിൻ്റെ പുറത്ത് വേറൊരു ഫ്രെയിം വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ റൺ ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ട്രിക്ക് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് ക്ലിക്ക് ജാക്കിങ് പറയുന്നത്. സോ ഇപ്പം നോക്കാം നമുക്ക്. സോ ക്ലിക്ക് ജാക്കിങ് പറയുമ്പോൾ എങ്ങനെയാണ്? ഓക്കെ, പോർട്സിഗറിൻ്റെ ലാബാണ് എടുക്കാം. അപ്പോൾ വരുമ്പോൾ ഈസിയായിട്ട് മനസ്സിലാവും. അപ്പോൾ ക്ലിക്ക് ജാക്കിങ് എന്താണ്? അപ്പോൾ ഇതുണ്ടോ, ഇതാണ് നമ്മൾ നോർമലി ഇപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പേജ് ഉണ്ട്. അപ്പോൾ അത് യൂസേഴ്സിന് കാണാൻ പറ്റത്തില്ല. ഒരു കാണാൻ പറ്റുന്നത് എന്താ, ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു വിൻ അല്ലെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ദാറ്റ് ടു വിൻ ഗെയിമോ അങ്ങനെ എന്തെങ്കിലും ബട്ടണാണില്ല. അപ്പോൾ നമ്മളിങ്ങനെ വിന്ന് വെക്കുമ്പോൾ നേരെ ഓപ്ഷൻ പോകണം പേ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ ഇവർ യൂസർ പോലെ അല്ല, യൂസറിന് ട്രിക്ക് ചെയ്തിട്ട് നമ്മളെന്താ അറ്റാക്കർ ആ ഒരു ബട്ടൺ വിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ അറ്റാക്കർ എന്താക്കും പേയ്മെൻറ്റ് എടുക്കും. അപ്പോൾ ആ ഒരു പരിപാടിയാണ് ക്ലിക്ക് ജാക്കിങ്. ക്ലിക്ക് ചെയ്തിട്ട് ആ ക്ലിക്കിങ് വഴി നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ ഇതെല്ലാം ക്ലിക്ക് ജാക്കിങ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ക്ലിക്ക് ജാക്കിങ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ജാക്കിങ്ങിൻ്റെ പേലോഡ് എന്തെങ്കിലും നമുക്ക് തപ്പാം. പേലോഡ് നമുക്ക് ഒവാസ്പെന്ന് എടുക്കാം. അപ്പോൾ ഒവാസ്പെന്ന് അടിച്ചു കൊടുക്കാം. ടെസ്റ്റിംഗ് ഫോർ ക്ലിക്ക് ജാക്കിങ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ലിങ്ക് കൊടുക്കുക. ഇതിൽ നമുക്ക് നോക്കാം കണ്ടോ, ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ കൊടുത്തിട്ട് മലീഷ്യസ് വെബ് പേജ് എടുത്തിട്ട് ടാർഗറ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഓൾട്ടർനേറ്റീവ് വെബ് പേജ് വെച്ച് നമുക്ക് കാണാത്ത രീതിയിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക് എത്തത് ഏറ്റവും ബ്ലറായിരിക്കും. ഇതേപോലെ നമുക്ക് കാണാനും പറ്റത്തില്ല, ഫുള്ളും ഇതേപോലെ സ്ക്രീൻ കളറായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അറ്റാക്ക് നമ്മളവിടെ പേ ചെയ്യുന്നത്, നമുക്ക് പെർമിഷൻ കൊടുക്കുന്നത്. അപ്പോൾ എന്താക്കുക, നമ്മളിത് കോപ്പി ചെയ്യും. ഇതാണ് അതിനുള്ള കോഡ്, HTML കോഡാണ്. സോ ഇവിടെ ആ കോഡ് വെക്കാം. ഇപ്പോൾ ടാർഗറ്റ് വെബ്സൈറ്റ്, ഇപ്പം നമ്മൾ ഏത് ടാർഗറ്റ് വെബ്സൈറ്റിനാണ് ചെയ്യേണ്ടത് അതാണ് കൊടുക്കേണ്ടത്. സോ നമ്മളിപ്പോൾ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കോപ്പി ചെയ്യുക. ഇതിൽ ക്ലിക്ക് ജാക്കിങ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കാം. ക്ലിക്ക് ജാക്കിങ് ഉണ്ടെങ്കിൽ നമ്മളപ്പം കൊടുക്കുമ്പം അത് ലൈക്ക് ഈ ഒരു സ്ക്രീൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ടാർഗറ്റ് വെബ്സൈറ്റിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്യുക. അത് നമ്മൾ സേവ് ആസ് കൊടുക്കുക. നമ്മൾ HTML ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്ലിക്ക് ജാക്കിങ് എന്തെങ്കിലും പേര് നെയിം കൊടുക്കുക. അതിപ്പോൾ എന്തായാലും ഓക്കെയാണ്. .html ഫോർമാറ്റിൽ സേവ് ചെയ്യാം. ഇവിടെ ഡെസ്ക്ടോപ്പിൽ സേവ് ആക്കാം നമുക്ക്. അപ്പം എന്തായാലും HTML ഫോർമാറ്റിൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഓക്കെ ഇതവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവിടെ ഒരു പേജ് കാണാൻ പറ്റുന്നില്ലേ? സോ ഈ ഒരു പേജ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് ഇങ്ങനെ ബോക്സിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ജാക്കിങ് വൾനറബിൾ ആയെന്ന് പറയാനായിട്ട് ഈ വെബ്സൈറ്റ് നമുക്ക് ട്രിക്ക് ചെയ്തിട്ട് ഇതേപോലെ മെലീഷ്യസ് ആയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോണ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ നമുക്ക് വേറെ എല്ലാ വെബ്സൈറ്റിൽ വരുന്നുണ്ടോ, നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിന് എടുക്കാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇപ്പോൾ ലോഗിൻ പേജ് ആയിരിക്കുമല്ലോ നമ്മൾ ഫസ്റ്റ് കാണുന്നത്, അത് വരുന്നുണ്ടോ നോക്കാം. ഇൻസ്റ്റാഗ്രാമിന് പൊതുവെ അത് ഉണ്ടാവാറില്ല, കാരണം നോക്കാം. അപ്പോൾ ക്ലിക്ക് ജാക്കിങ് ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ നേരത്തെ കോഡാണുള്ളത്, അത് മാറ്റി നമുക്ക് എന്താ റൈറ്റ് ക്ലിക്ക് ഓപ്പൺ വിത്ത് മൗസ് പാഡ് എടുത്തിട്ട് നമ്മളെന്താ ഈ സൈറ്റ് മാറ്റിയിട്ട് ഇൻസ്റ്റാഗ്രാമിന് കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ ഫയർഫോക്സ് കാണ്ട് ഓപ്പൺ ദിസ് പേജ്. അപ്പോൾ എന്താ ഈ ഒരു പേജ് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സൈസ് നോക്കണ്ട. ഈ സൈസ് എന്ന് വെച്ചാൽ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്ന പോലെ ആയിട്ട് ഉണ്ടാവുക. ഇപ്പം മൗസ് പാഡ് നോക്കി നമ്മൾ 50 എന്താണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ആക്കാം. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും.
ഓക്കെ. അപ്പോൾ എന്താ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ ക്ലിക്ക് ടാക്കിംഗ് വൾനറബിലിറ്റി ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഈ CSPൻ്റെ വൺ ഓഫ് ദ വൾനറബിലിറ്റി പറയുന്നത്. സോ ഈ ക്ലിക്ക് ടാക്കിംഗ് എന്താണ്, ഈ വൾനറബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഐ ഹോപ്പ്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് കോമെൻറ്റ് പ്ലീസ് ആൻഡ് ലൈക്ക് സബ്സ്ക്രൈബ്. പിന്നെന്താ, യാ, see you soon in the next video. Bye bye.